മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ നിയമസഭാ നാഥൻ ഇടയ്ക്കിടയ്ക്ക് ഈ നിയമസഭാ അംഗങ്ങളെ വിരട്ടുകയും അത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ കൂടുതൽ ജനശ്രദ്ധ നേടുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ നമുക്കറിയാം, മുമ്പൊരിക്കലും ഒരു സ്പീക്കർമാരിൽ നിന്നും കാണാത്ത തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് വരികയായിരുന്നു. എവിടെ നിന്നോ എന്ന് പറയണ്ട, നമ്മുടെ കാരണഭൂതനിൽ നിന്ന് ഒരു ചെറിയ തട്ട് കിട്ടിയപ്പോൾ പിന്നെ കാര്യങ്ങൾ ഭരണത്തിന് അനുകൂലമായിട്ടങ്ങ് മാറുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവരോട്, പ്രത്യേകിച്ച് മന്ത്രിമാരോട് സഭാനാഥൻ പറയുകയാണ്, നിയമസഭാ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായി ഉത്തരം നൽകുന്ന രീതി ധനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും കൈക്കൊള്ളണമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും മറുപടി നൽകാനുള്ള എല്ലാ ചോദ്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മറുപടി നൽകണമെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. ചോദ്യങ്ങൾക്ക് യഥാസമയം മറുപടി ലഭ്യമാകാത്തത് സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ക്രമപ്രശ്നത്തിന്മേലാണ് സ്പീക്കർ ഇത്തരത്തിലുള്ള റൂളിംഗ് നടത്തിയിരിക്കുന്നത്. 15ാം കേരള നിയമസഭയുടെ 1 മുതൽ 9 വരെയുള്ള സമ്മേളനങ്ങളിൽ ധനമന്ത്രി മറുപടി പറയേണ്ട ആകെ 3199 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളിൽ 2943 ചോദ്യങ്ങൾക്ക് ഇതിനകം മറുപടി ലഭ്യമാക്കിയതായി സ്പീക്കർ പറയുന്നു. ഇനിയും 256 മറുപടികൾ അവശേഷിക്കുന്നുണ്ട്. സഭയുടെ നടപ്പ് സമ്മേളനത്തിൽ ആകെയുള്ള 199 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളിൽ ഒന്നിനു പോലും മറുപടി ലഭ്യമാക്കിയിട്ടില്ല. ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ നിയമസഭാ സെക്രട്ടേറിയറ്റിന് കൈമാറേണ്ട സമയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ചട്ടം 47 പ്രകാരം ചോദ്യോത്തര ദിവസത്തിൻ്റെ തൊട്ട് തലേ ദിവസം 5 മണിക്ക് മുൻപായി അവ ലഭ്യമാക്കേണ്ടതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രസ്തുത സമയപരിധിക്കുള്ളിൽ ലഭ്യമാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രമാണ് 15 ദിവസത്തെ കാലദൈർഘ്യത്തിന് അർഹത വരുന്നത്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിൽ 15 ദിവസത്തെ കാലദൈർഘ്യം സ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്നതിനോട് യോജിക്കുന്നില്ലെന്നുമാണ് സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മന്ത്രിമാരൊക്കെ സൂക്ഷിച്ചു നിൽക്കുക. നമ്മുടെ സഭാനാഥൻ വീണ്ടും വടിയെടുത്തിട്ടുണ്ട്.